ഇനിയിപ്പോൾ വന്നൊരു വാർത്തയിലേക്കാണ്. വയനാട് തിരുനെല്ലി അപ്പപ്പാറയിൽ യുവതിയെ ആൺ സുഹൃത്ത് വെട്ടിക്കൊന്നു. വാഗേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പ്രവീണയാണ് മരിച്ചത്. പ്രവീണയുടെ കുട്ടിക്ക് ആക്രമണത്തിൽ ചെവിക്ക് പരിക്കേറ്റു. ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട്. ആഷിഖ്, ഞെട്ടിക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതെപ്പോഴായിരുന്നു സംഭവം? എന്താണ് പ്രശ്നത്തിന് കാരണം? നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. അതിൽ ഈ യുവതിയെ പങ്കാളി വെട്ടിക്കൊന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാത്രിയോടെയാണ് ഈ സംഭവം എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തിരുനെല്ലി പഞ്ചായത്തിലെ അപ്പപ്പാറയിലാണ് ഈ സംഭവം. ഇത് കർണാടക അതിർത്തിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് സംഘം എത്തി അവിടേക്ക് ഇപ്പോൾ ഈ ഒരു മൃതദേഹമടക്കം ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ ദാരുണമായ സംഭവമാണ്. പ്രത്യേകിച്ച് ഈ രാത്രി ആയതിനാൽ തന്നെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവർ പങ്കാളിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രവീണയുടെ പങ്കാളിയാണ് ഇവരെ ആക്രമിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അത് രണ്ടാം ഭർത്താവാണെന്നുള്ള ചെറിയൊരു വിവരവും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ആക്രമണത്തിൽ ഒരു കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പ്രവീണയ്ക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു മകൾക്ക് ഈ യുവാവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളതും രണ്ടാമത്തെ കുട്ടിയെ കാണാനില്ലെന്നൊരു വിവരം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ആക്രമണത്തിന് ശേഷം ഈ യുവാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ഈ പ്രതിക്കായി ഇപ്പോൾ പോലീസ് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും തിരുനെല്ലി പഞ്ചായത്തിലെ അപ്പപ്പാറയാണ്. ഈ അപ്പപ്പാറ എന്ന് പറയുന്നത് ഏകദേശം കർണാടക അതിർത്തിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ പ്രദേശത്ത് കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് ഈ ഒരു സംഭവം നടത്തിയിട്ടുള്ളത്. എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. എടയോർക്കുന്ന് സ്വദേശി പ്രവീണയാണ് മരിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരുടെ പങ്കാളികളായി ജീവിക്കുന്ന രണ്ടുപേരാണ്. അങ്ങനെയാണ് ഈ രാത്രിയോട് കൂടി സംഭവം ഉണ്ടായത്. എന്താണ് ഈ ആക്രമണത്തിന് കാരണം നടക്കുമുള്ള കാര്യങ്ങൾ ഈ നിലയിൽ പോലീസ് വയനാട് തിരുനെല്ലി അപ്പപ്പാറയിൽ യുവതി ആൺ സുഹൃത്ത് വെട്ടിക്കൊന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ ആഷിഖ് റഹ്മാൻ പങ്കുവച്ചത്.